കംപ്ലീറ്റ് അപ്പച്ചനില്ലേ പാത്രം എല്ലാം കണത്തിങ്കരെ കൊണ്ടുപോയി വെപ്പിക്കും. ഹസ്ബൻഡ് ജോലിക്ക് പോയേക്കണു, കറണ്ട് പോയേക്കണു. ഹസ്ബൻഡിന് 2 ദിവസം തിരുവനന്തപുരത്ത് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പോണ്ടി വന്നു. അന്നേരം ഇവിടെ ആളില്ല. അത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു കാര്യം. എന്നാന്നറിയാമോ, ആ ചേട്ടൻ പറഞ്ഞു, എനിക്ക് പെങ്ങടെ മുഖം കണ്ടപ്പോ വളരെ വിഷമം തോന്നി. നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്ത് കഴിഞ്ഞാല് നമ്മൾക്ക് നാളെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ വേറൊരാള് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. എന്നുവെച്ച് പോയി അന്ന് നൈറ്റിലേക്ക് കൊടുങ്കാറ്റ് പോലെ കാറ്റ് വന്ന് ഫുൾ ഈ മൊത്തം ഏരിയ കറണ്ട് പോയി. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനുള്ളത്, ഈ വീട്ടമ്മമാർക്കൊക്കെ, ഈ ജോലിക്ക് പോണ വീട്ടമ്മമാർ ഓരോ ആൾക്കാരോട് പിന്നെ നമ്മൾ ചോദിക്കുകയോ അവര് ചെയ്യണതും ഒക്കെ കണ്ട് നമ്മുടെ ലൈഫിലേക്ക് കുറെ കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ കൂടെ കൂടുന്ന പാർട്ട്നേഴ്സും നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്യണ ആളായിരിക്കണം. എനിക്കൊരു കുടുംബിനി എന്നുള്ള രീതിയിൽ അത്യാവശ്യം ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊക്കെ അത് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് കണ്ടേക്കണ പരിപാടി കേട്ടോ. എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പറയും ഇഷ്ടമെന്ന് പറയും. അപ്പൊ എനിക്ക് വലിയ ബോധമൊന്നും വന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ആണുങ്ങളാകുമ്പോ അത് സമ്മതിക്കൂല. പിന്നെ വേറൊരു അനുഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നൊക്കെ ഈ മഴക്കാലം ഇല്ലേ, മഴക്കാലം വന്നു കഴിയുമ്പോ മോട്ടർ നമ്മൾ ഓൺ ചെയ്ത് ഇട്ടിട്ടുണ്ടാവും, ഇവിടെ ചെറുതായിരിക്കും, മോട്ടറിൽ വെള്ളം നിറച്ചിട്ടുണ്ടാവും. പക്ഷെ കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ചിലപ്പോ കാലത്തെ പോയാൽ വൈകുന്നേരം വന്നോന്നില്ല, പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും കറണ്ട് വന്നത്. അപ്പൊ ഈ വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാവും, വെള്ളം തീരും. വെള്ളം തീർന്നു കഴിഞ്ഞാൽ പ്രശ്നം എങ്ങനെയാണെന്നറിയാം, അമ്മച്ചിക്ക് ഭയങ്കര കൈക്കൊക്കെ വേദനയൊക്കെ ഉള്ള ആളാ. അപ്പൊ കംപ്ലീറ്റ് അപ്പച്ചനില്ലേ പാത്രം എല്ലാം കണത്തിങ്കരെ കൊണ്ടുപോയി വെപ്പിക്കും. എന്നിട്ട് കംപ്ലീറ്റ് എന്നെ കൊണ്ട് കോരിക്കൂല, കംപ്ലീറ്റ് എല്ലാ പാത്രത്തിലും വെള്ളം കോരി വെച്ചേച്ച് അടുക്കളയുടെ അവിടെ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് എന്നോട് പറയും, പുള്ള എടുത്ത് വെക്കണ്ട, ഞാൻ അകത്തേക്ക് എടുത്ത് വെച്ച് തരാന്ന്. അങ്ങനെ അപ്പച്ചനാണ് കറണ്ട് പോയി കറണ്ട് വരാതിരിക്കുവാണെങ്കിൽ വെള്ളം തീർന്നു കഴിഞ്ഞാൽ, വെള്ളം എല്ലാ ദിവസവും അടിക്കുമെങ്കിലും അന്നത്തെ കാലത്ത് കറണ്ട് പോയാൽ പെട്ടെന്നൊന്നും കറണ്ട് വരൂല. പിന്നെ ആ കൂട്ടത്തിലൊരു അനുഭവം കൂടെ പറയാപ്പ. അപ്പൊ പറഞ്ഞു വന്നപ്പോ ഓർത്ത് പറയണത്, അതായത് അങ്ങനെ അപ്പച്ചൻ അകത്ത് കൊണ്ടുപോയി വെള്ളം വെച്ച് തരുമായിരുന്നു. പിന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ പറയും, അപ്പച്ചൻ കൊണ്ടുവന്ന് തരണ്ടാന്ന് പറയും. ഞാൻ ബക്കറ്റിലേക്ക് എടുത്ത് അങ്ങനെ കൊണ്ടുപോകും. അതൊക്കെ വളരെ അപൂർവമായിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് മഴക്കാലത്ത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പച്ചൻ വയ്യാതെ കിടന്ന ഒരു സമയത്ത് ഹസ്ബൻഡ് ജോലിക്ക് പോയേക്കണം, കറണ്ട് പോയേക്കണം. ഹസ്ബൻഡിന് 2 ദിവസം തിരുവനന്തപുരത്ത് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പോണ്ടി വന്നു. അന്നേരം ഇവിടെ ആളില്ല. അപ്പൊ ഘോരം മഴയും കാറ്റും വന്ന് കറണ്ട് പോയി. നിനക്ക് നേരെ ഓർമ്മയുണ്ട്, കറണ്ട് പോയി. അപ്പൊ എന്ത് ചെയ്യും? ഇൻവേർട്ടറിൽ മോട്ടർ അടിക്കാൻ പറ്റില്ല. അന്നൊക്കെ ഇൻവേർട്ടർ ഉണ്ട് ആ സമയത്ത്, വീട്ടിൽ ഇൻവേർട്ടർ വെച്ചിട്ടുണ്ട്. കറണ്ട് കിട്ടും ഇതില്, വെളിച്ചം മാത്രം. 2 ദിവസം ഫുൾ കറണ്ട് പോയേക്കുക. അപ്പൊ മഴക്കാലം ആയതുകൊണ്ട് പിന്നെ ഇത് ഇടണ്ട, ഫാൻ ഇടണ്ടല്ലോ. അപ്പൊ എന്നാന്നറിയുമോ, ഇത് പോയി. അപ്പൊ വീടിന്റെ ഇവിടെ പോസ്റ്റിന്റെ അവിടെ ലൈൻ ഇലക്ട്രിസിറ്റി ഓഫീസിൽ അന്നൊക്കെ ഫോണായല്ലോ, വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോ ലൈൻമാനൊക്കെ ഇവിടെ ഹസ്ബൻഡായിട്ട് നല്ല അടുപ്പമുള്ളതാ. ഈ വിളിച്ച് കറണ്ട് പോകുമ്പോഴൊക്കെ വിളിച്ച് എപ്പോഴും പറഞ്ഞ് അവര് വരാറുള്ളതാ. അപ്പൊ അവര് പെട്ടെന്ന് വന്ന് ബൈക്കിന് വന്നേച്ച് അവര് പറഞ്ഞു, ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ലൈൻ കെട്ടിയേച്ച് 3 ഫേസ് കണക്ഷൻ ഉണ്ട് മോട്ടറിന്. ആ ലൈൻ കെട്ടിയേച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ മോട്ടർ അടിച്ച് ഫുൾ ടാങ്ക് വെള്ളമാക്കി വെച്ച് പോവോളെന്ന്. അത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു കാര്യം. എന്നാന്നറിയാമോ, അത്രയ്ക്ക് സർവീസ് ഇതായിട്ട് ആ ലൈൻമാൻ ആയിട്ട് വന്ന് അത് ചെയ്തു തന്നു. ആ ലൈൻമാൻ, ആ ചേട്ടൻ പറഞ്ഞു, എനിക്ക് പെങ്ങടെ മുഖം കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. അപ്പച്ചൻ, ഇവിടുത്തെ അപ്പൻ സുഖമില്ലാതെ കിടക്കണു, സാറ് ഇവിടെ ഇല്ല, പിന്നെ പണിയണ ചേട്ടനല്ലേ ഉള്ളേ, പിന്നെ അമ്മച്ചി വയ്യാത്ത ആളാണ്, വെള്ളം തീർന്നേക്കണു, ഒരു കൊച്ചുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? കറണ്ടിന് പിന്നെ ചേച്ചിക്ക് വെട്ടയിടാൻ 1ഉം 2ഉം ലൈറ്റ് കത്തും, ഇതുള്ളത് കാരണം. അപ്പൊ ചേച്ചിക്ക് വെള്ളമില്ലെങ്കിൽ എന്തായാലും 3 ഫേസ് കണക്ഷൻ ഉള്ളതുകൊണ്ട് 2 ഫേസിൽ കറണ്ട് ഇല്ല, ഒരു ഫേസിലുണ്ട്. അപ്പൊ മാറ്റി കുത്തിയാൽ കറണ്ട് വരും. അപ്പൊ അങ്ങനെ കുത്തിച്ച് അവര് പോയില്ല, മോട്ടർ അടിച്ച് നിറയ്ക്കാൻ പറഞ്ഞു. ഓവർഫ്ലോ വന്ന് മോട്ടർ നിറച്ചു കഴിഞ്ഞിട്ടാ പോയത്. അപ്പൊ ആ ചേട്ടന് ഞാൻ നേരത്തെ പറഞ്ഞ അതെന്നാ അങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 കാരണങ്ങളുണ്ട്. ഈ അപ്പച്ചനാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും വന്നവരോട് നന്നായിട്ട് പെരുമാറും. പിന്നെ ഹസ്ബൻഡ് ആണ് KCBയിലൊക്കെ അന്ന് പോയിക്കൊണ്ടിരുന്നേ, അവധി സമയമൊക്കെ നോക്കിയപ്പോ ബില്ലടയ്ക്കാനൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണോണ്ട് നമ്മുടെ കൺസ്യൂമർ നമ്പർ പറയുമ്പോ അവർക്ക് അറിയാം, വീട് ഇതും അവരെ പറയും, വിഷമിക്കണ്ട ഇപ്പൊ തന്നെ. അന്നൊക്കെ ലാൻഡ് ഫോൺ ആയി അന്നേരം. അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്ത് കഴിഞ്ഞാല് നമ്മൾക്ക് നാളെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ വേറൊരാള് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. സത്യമായ കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മൾ ആർക്കും ഒരു ഉപകാരം ചെയ്യാതെ നമ്മൾ മാത്രം നമ്മുടെ കാര്യം നോക്കി സെൽഫിഷ് ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ നാളെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ ചിലപ്പോ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിന്ന് വരില്ല. ചിലപ്പോ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന
ഒരാളായിരിക്കില്ല നമ്മളെ നാളെ ഹെൽപ്പ് ചെയ്യുന്നതും, വേറൊരാളായിരിക്കും ചിലപ്പോ സഹായത്തിന്റെ രൂപത്തിൽ വരുന്നത് അല്ലെ. അപ്പൊ എനിക്ക് പറയാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആ വെള്ളമൊക്കെ തന്നത് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കറണ്ട് ഇല്ല. പിന്നെ ജ്യേഷ്ഠനും ചേച്ചി എല്ലാ ദിവസവും വന്ന് അന്വേഷിക്കും ഞാൻ പറഞ്ഞില്ല. ഇവിടെ എല്ലാ ദിവസവും അവർ എവരിഡേ എനിക്ക് എല്ലാ ഹെൽപ്പിനും അവരുണ്ടായിരുന്നു. അപ്പച്ചൻ മരിക്കുമ്പോഴും ഒക്കെ രാത്രിയിലൊക്കെ അവരോട് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ വെള്ളം തരാൻ അവർക്ക് പറ്റൂല്ലോ. ബാക്കി എല്ലാ സെറ്റപ്പുകളും അവർ കൊണ്ടുപോയി തരും. പക്ഷെ ടെൻഷനാണത്, ആ വെള്ളം ഇല്ല. അപ്പൊ എന്നാന്ന് വെച്ചാൽ അപ്പച്ചൻ ഇങ്ങനെ കട്ടിലെ കിടപ്പല്ലേ ത്രൂ ഔട്ട്. അപ്പൊ അങ്ങനെ അതിൻ്റെതായ ഒരുപാട് കാര്യം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ആ സമയത്ത് മാനേജ് ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നൈറ്റിലൊക്കെ എല്ലാരും വന്ന് നിൽക്കും. അതുകൊണ്ട് എങ്കിലും നമുക്ക് ഈ വെട്ടവും വെളിച്ചവും അത് കറണ്ട് ഇങ്ങനെ ഇൻവെർട്ടറിലാണെങ്കിലും അധികം ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതൊരു വലിയ ടെൻഷൻ പിടിച്ച പണി തന്നെയാണ്. ആ സമയത്ത് പ്രായമായിരുന്നു അവർക്ക് രണ്ടുപേർക്കും. അങ്ങനെ അപ്പൊ ഈ കറണ്ട് ഇങ്ങനെ വന്ന് ഇത് കറണ്ട് വരുത്തി അവര് മോട്ടർ അടിച്ചു തന്നത് ഞാൻ മറക്കില്ല. പിന്നെ ഇല്ലേ അവരിതൊക്കെ അടിച്ചു തന്നേച്ചു പോയി. അന്ന് നൈറ്റിലേക്ക് കൊടുങ്കാറ്റ് പോലെ കാറ്റ് വന്ന് ഫുൾ ഈ മൊത്തം ഏരിയ കറണ്ട് പോയി. അപ്പൊ പിന്നെയും കറണ്ട് ഇല്ല, പക്ഷെ വെള്ളം നിറഞ്ഞു കിട്ടി. അപ്പൊ വെള്ളം നിറഞ്ഞു കിട്ടിയതുകൊണ്ട് ആശ്വാസം. അപ്പൊ മഴയായതുകൊണ്ട് പിന്നെ ചൂടില്ല. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ലൈഫിൽ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനുള്ളത് ഈ വീട്ടമ്മമാർക്കൊക്കെ ഈ ജോലിക്ക് പോണ വീട്ടമ്മമാർ 4 കാലയിൽ നിന്ന് കാലത്തെ വെളുപ്പിന് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ഒതുക്കി പിറക്കി വെച്ച് പിള്ളേരെയും കുത്തി നിറച്ചല്ലോ ഒക്കെ കൊടുത്തോ തിന്നോ എന്നൊക്കെ അന്വേഷിച്ച് അതൊക്കെ ചെയ്ത് അവരെ യൂണിഫോം ഒക്കെ ഇടിച്ച് അവർക്ക് ജോലിക്ക് പോകണം ടൈം ആവുമ്പോ. വലിയ ടാസ്കാ അത്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുടുംബിനി ആയതുകൊണ്ട് അത്ര ഇതൊന്നുമില്ല. അവർക്ക് പിന്നെ തുണിയലൊക്കെ പല പ്രശ്നങ്ങളുണ്ടാവും. എന്നെ വീട്ടമ്മമാർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പോയി കഴിയുമ്പോ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഓരോന്നും നമ്മൾ ചെയ്യണം. അപ്പൊ തുണിയലൊക്കെ ഉണ്ടാവും. തുണിയലക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അമ്മച്ചിയുടെ അപ്പച്ചന്റെ അമ്മച്ചി തന്നെ അലക്കുമായിരുന്നു. കല്ലേലിട്ട് അലക്കും. അത് ഈ മെഷീൻ ഉണ്ടെങ്കിലും കല്ലേലാണ് അമ്മച്ചിയുടെ വെളുത്ത മുണ്ടും ചട്ടയും അമ്മച്ചി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പച്ചന്റെ കയ്യിൽ മുണ്ടും അലക്കും. ഞാൻ ഈ മെഷീൻ ഉണ്ടെങ്കിലും ത്രൂ ഔട്ട് ഒന്നും മെഷീൻ ഉപയോഗിക്കൂല. ഞാൻ പറഞ്ഞില്ലേ സ്റ്റീലിന്റെ ഒരു റൗണ്ട് മെഷീൻ. അപ്പൊ യൂണിവേഴ്സൽ. അത് കഴിഞ്ഞ് നമ്മൾ തുണി അലക്കി നമ്മൾ അയയിലിട്ട് കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസമാണ് ഹസ്ബൻഡ് ഡ്രസ്സ് തേക്കൽ ഇവിടെ. അയയിലിട്ട് കഴിഞ്ഞാൽ മഴക്കാലത്തൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്തെങ്കിലും ചിലപ്പോൾ ചെയ്യുമ്പോഴായിരിക്കും മഴ എരച്ചു വരുന്നത്. അപ്പൊ അമ്മച്ചിക്ക് ചിലപ്പോൾ ഓടിപ്പോയി, അമ്മച്ചി പ്രായമായ ആളാ, കാലിനും കൈക്കും ഒക്കെ വേദനയും അസ്വസ്ഥതകളുള്ള ആളാ, ഓടിപ്പോയി ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്നിരിക്കൂല. അങ്ങനെ വരുമ്പോ തുണി നനഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഇടാനുള്ളതോ പിള്ളേരൊക്കെ ചെറുതാണെങ്കിൽ പിള്ളേരുടെ കുളിച്ചു കഴിഞ്ഞ് മാറാനുള്ളതോ അല്ലെങ്കിൽ യൂണിഫോം ഒക്കെ ചിലപ്പോ ഉണ്ടാവും. അപ്പൊ സമയം നോക്കി നമ്മൾ മഴക്കാറിന്റെ ഇതനുസരിച്ച് തുണി അയേന്ന് എടുത്ത് ഇടേണ്ട സ്ഥലത്ത് ഇട്ടില്ലെങ്കിൽ അതൊരു വലിയ വിഷയം. നനഞ്ഞു പോയി കഴിഞ്ഞാൽ അത് സമയം നമ്മൾ വീട്ടിലിരിക്കുവാണെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തുണ്ടെങ്കിൽ അതുങ്ങളുടെ മനസ്സിൽ വേണം. ഇപ്പൊ മഴക്കാറ് വെക്കണ്ട അല്ലെങ്കിൽ കാറ്റ് വന്നുണ്ട് നമുക്ക് തുണിയെടുത്ത് ഇപ്പുറത്തേക്ക് ഇടാം. ഇവിടെ അന്ന് പൊക്കത്ത് ടെറസ് മുകളിൽ വർക്ക് ചെയ്ത് ഇത് ഇട്ട് ഷീറ്റ് ഇടാതിരുന്നത് കൊണ്ട് പടിഞ്ഞാറ് വശത്ത് ഒരു തിണ്ണയുണ്ട്. പടിഞ്ഞാറ് മുഴുവൻ ഹസ്ബൻഡ് അയ കെട്ടിയിട്ടേക്കുക. അപ്പൊ ആ പടിഞ്ഞാറ് തിണ്ണയിലാ തുണി വിരിക്കണേ. പടിഞ്ഞാറ് തിണ്ണ കയറ് ഇങ്ങനെ കുറെ കെട്ടിയിട്ടേക്കും. അപ്പൊ ആ തിട്ടയിലേക്ക് മഴക്കാറ് വെക്കുമ്പോഴേ എടുത്തങ്ങ് ഇടുക. പിന്നെ ആടി കളിഞ്ഞ് അവിടെ കിടന്നോളും, വേറെ ശല്യമില്ല. അപ്പൊ ഈ സമയം നോക്കി അത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ മുഴുവൻ നനഞ്ഞു പോകും. ചിലപ്പോൾ വൈകുന്നേരം കുളിച്ചിട്ട് മാറാനുള്ള പിള്ളേരുടെ ഡ്രസ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കുള്ള യൂണിഫോമും കാണും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓരോ സംഗതികളുണ്ട്. അതൊക്കെ ഒരു വലിയ പോയിന്റാണ്. വീട്ടമ്മമാര് എല്ലാരും പറയും വീട്ടിലിരിക്കുവല്ലേ, ഇതൊക്കെയല്ലേ സമയം നോക്കി ചെയ്യാൻ മേലെ ചെയ്യാം. പക്ഷെ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. ആ കാര്യത്തില് ഞാൻ എപ്പോഴും ഇതായിട്ട് നോക്കണത് വീട്ടിലെ ചേട്ടന്റെ ചേച്ചി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ കൃഷിവേല കുടുംബ വല്യമ്മച്ചിയും പ്രായമായി, ചേട്ടൻ ജോലിക്ക് പോകും. പിള്ളേര് 2 പിള്ളേരുണ്ടായിരുന്നു. അവരും സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ചേച്ചി ഒരേ സംഗതിയും കൃത്യമായിട്ട് ടൈം ഇതായിട്ട് പുള്ളിക്കാർ ചെയ്യുമായിരുന്നു. കുറെ കാര്യങ്ങൾ ഞാനിങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ തുണി അലക്കേച്ച് വെയിലത്തിട്ട് കഴിഞ്ഞാൽ എന്നോട് പറയും ഇങ്ങനെ വാടി കഴിയുമ്പോൾ ഞാനെടുത്ത ഇടന്റെ അടുത്തേക്ക് അങ്ങ് ഇടും. അപ്പൊ പിന്നെ അവിടെ കിടന്ന് ആടി കൊലഞ്ഞോ ഉണങ്ങിക്കോളും, പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അങ്ങനെ ഓരോ ആൾക്കാരോട് പിന്നെ നമ്മൾ ചോദിക്കുകയും അവര് ചെയ്യണതും ഒക്കെ കണ്ട് നമ്മുടെ ലൈഫിലേക്ക് കുറെ കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ പറയാറില്ലേ പല ഭക്ഷണ സാധനങ്ങളും ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ഓരോരുത്തർ പഠിപ്പിച്ചതാണ്. അപ്പൊ അങ്ങനെ ഒക്കെ നമ്മൾ ചോദിച്ചാലല്ലേ അറിയുള്ളൂ. അപ്പൊ നമ്മളത് ചോദിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കണം.
അതിനൊരു ഇൻട്രസ്റ്റ് വേണം, അതാണ് പ്രധാനം. പിന്നെ എന്ത് കാര്യമാണെങ്കിലും എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഇപ്പൊ ഒരു കൂട്ടം കറിയോ ഉള്ളെങ്കിലും സമയത്തിന് റെഡി ആവണം. ഇപ്പൊ ചോറും ഒരു കറിയോ ഉള്ളെങ്കിലും ആ കറി 1 മണിക്ക് റെഡി ആയിരിക്കണം. ആ വീട്ടിൽ 1 മണിക്ക് ഉണ്ണണമെങ്കിൽ 1 മണിക്ക് റെഡി ആയിരിക്കണം. 4 മണിക്ക് ചായ കുടിക്കുവാണെങ്കിൽ ചിലപ്പോൾ സ്നാക്സ് ഒന്നും ഉണ്ടായില്ലായിരിക്കും. 4 മണിക്ക് ആ വീട്ടിൽ എല്ലാവരും ചായ കുടിക്കണമെങ്കിൽ 4 മണിക്ക് ചായ കുടിച്ചിരിക്കണം. പിന്നെ എന്തെങ്കിലും മേലായികളോ യാത്രകളോ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ടൈം ഡിലേ വരും. അല്ലെങ്കിൽ സമയം വീട്ടിൽ ആളുണ്ടെങ്കിൽ രാവിലത്തെ ഭക്ഷണം 9 മണിക്കാണ് രാവിലെ കഴിക്കുന്നതെങ്കിൽ ആ സമയത്ത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും സംഗതി റെഡി ആയിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ കൂടെ കൂടുന്ന പാർട്ട്നേഴ്സും നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്യണ ആളായിരിക്കണം. ഇവിടെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യണ ആളായതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷയം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ പേരൻസ് ആണെങ്കിലും പ്രായമായ ആൾക്കാരായതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നല്ലാതെ അവരും വളരെ ലവിങ്ങും അഡ്ജസ്റ്റബിളും ആയിരുന്നുകൊണ്ട് നമുക്ക് അങ്ങനത്തെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, പുറത്തേക്കൊക്കെ പോയി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഹസ്ബൻഡ് പ്രാപ്തിയാക്കിയത്. അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് അങ്ങനെ വലിയ പേടിയൊന്നും ഓരോ കാര്യത്തിനില്ല. പിന്നെ വന്നയിടത്ത് വെച്ച് കാണാൻ ഓരോ സംഗതികൾ എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇതൊന്നും നമ്മുടെ കയ്യിലില്ല, മുകളിൽ ഒരേ ശക്തിയല്ലേ ഓരോന്ന് തീരുമാനിക്കണം. അപ്പൊ അതൊക്കെയാണ് എനിക്കൊരു കുടുംബിനി എന്നുള്ള രീതിയിൽ അത്യാവശ്യം ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. പുതിയ ആൾക്കാരോടും പഴയ ആൾക്കാരോടും എൻ്റെ പ്രായത്തിലുള്ളവരോടും ഒക്കെ. പിന്നെ നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളും ഷെയർ ചെയ്യാം. നിങ്ങൾക്കുണ്ടായ പുതിയതായിട്ട് വന്ന് വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പാർട്ട്ണർ കുറെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ എല്ലാം കവർ ചെയ്ത് പോകാൻ പറ്റും. അത് നമുക്കൊരു ഗുണമാണത്. അത് എനിക്കതൊരു ഗുണമായിരുന്നു കേട്ടോ എൻ്റെ ലൈഫിൽ. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി, കത്തി വെച്ച് കണ്ടമാനമായി കാണും. പിന്നെ വേറൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഇവിടെ ഈ സാധാരണ അമ്മച്ചി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പുട്ടാട്ടോ ഈ പലഹാരമായിട്ട് ഉണ്ടാക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ല അരി പറ്റിച്ചത്, പുട്ട്. പിന്നെ എന്നായിരുന്നു അമ്മച്ചി അട ഉണ്ടാക്കുമായിരുന്നു. ആ ഉപ്പുമാവ് അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. ഉപ്പുമാവ് ഉണ്ടാക്കണം എങ്ങനെയാന്ന് പറയാം. പുട്ട്, അരി പറ്റിച്ചത്, പിന്നെ ഇതുണ്ടാക്കും ഈ അട ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഈ മാങ്ങേണ്ടി വെള്ളത്തിലിട്ട് ഉണക്കി വെച്ച് തല്ലി പൊട്ടിച്ച് വെച്ച് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച് അതിങ്ങനെ അരച്ച് ഒരു അട ഉണ്ടാക്കും. എൻ്റെ പൊന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അട നല്ലതാ കാര്യം, മാങ്ങേണ്ടിയുടെ ആ പൾപ്പ്. അപ്പൊ ഞാൻ പറയാൻ വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുട്ടുണ്ടാക്കുമ്പോ അവർക്ക് അങ്ങനെ വലിയ അളവൊന്നും അങ്ങനെ അധികം ഉണ്ടാവൂല, പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും ഒന്നും. അപ്പൊ കുറച്ച് പുട്ട് പുഴുങ്ങി കഴിയുമ്പോൾ ബാക്കി വരും പുട്ട്. അപ്പൊ എനിക്കറിയില്ലേ ബാക്കി പിന്നെ പുട്ട് എന്നാ ചെയ്യേണ്ടത്, പുട്ടായിട്ട് തന്നെ തീരണം എങ്ങനെയാന്ന്. അപ്പൊ അമ്മച്ചി ഒരു സൂത്രം അതിന് ചെയ്യും. ടെൻഷനൊന്നും ആവൂല. അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചിക്ക് അതിന്റെ പൊടിവിദ്യകൾ അറിയാം. അപ്പൊ ബാലൻസ് തന്നെ പുട്ട് ചെയ്യണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മച്ചി ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പിലയാന്ന് തോന്നുന്നു. അതെ, ഇത്രയും സാധനങ്ങൾ ഇട്ട് വെച്ച് അമ്മച്ചി ചീനിച്ചട്ടിയിൽ അതൊന്ന് മൂപ്പിക്കും ഈ സാധനങ്ങൾ. എന്നിട്ട് ഈ പുട്ടില്ലേ കണയായിട്ടല്ലേ ചുട്ടു വെച്ചേക്കണ കൈ കൊണ്ടങ്ങ് അടർത്തി വെച്ച് ഈ ചീനിച്ചട്ടിയിലേക്ക് ഇടും. ചീനിച്ചട്ടിയിലേക്ക് ഇട്ടേച്ച് ഇച്ചിരി വെള്ളവും കൂടെ തളിച്ച് അങ്ങ് മൂടി പൊത്തി വെച്ച് ഒരു 5 മിനിറ്റ് അടുപ്പിൽ വെച്ച് ഇളക്കി വെച്ച് ഇങ്ങനെ എടുക്കും. ഒരു ഉപ്പുമാവ് ലെഫ്റ്റ് ഓവർ പുട്ട് കൊണ്ടുണ്ടാക്കണ സാധനമാണ് കഴിക്കാനായി. അപ്പൊ അങ്ങനെ അത് എൻ്റെ വീട്ടിൽ അങ്ങനെ ചെയ്യാറില്ല. പുട്ടായിട്ട് തന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ കഴിക്കുക പതിവ്. ഇവിടെ അമ്മച്ചിയാണ് ഈ പുട്ട് കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കി ഞാൻ കണ്ടേക്കണം. പിന്നെ അമ്മച്ചിയുടെ നാരങ്ങാക്കറിയും പരിപ്പ് പായസവും മത്തങ്ങ വിളയിച്ചതൊക്കെ സൂപ്പറായിരുന്നു. അത് ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ നാരങ്ങാക്കറി ഉണ്ടാക്കുമ്പോൾ ഇവിടത്തെ പോലെ മധുരം ഇടൂലായിരുന്നു. വറുത്തരപ്പ് ഇല്ലാത്തോണ്ടല്ല, തേങ്ങ വറക്കണ ഇതിലല്ലേ ഗ്യാസ്, അതാ അതുകൊണ്ടാ. ഇപ്പൊ വറുത്തരച്ച് വെച്ച് അരപ്പുണ്ടെങ്കിൽ ഉണ്ടാക്കായിരുന്നു. അപ്പൊ ഇവിടെ ഉണ്ടാക്കുമ്പോൾ മധുരം ചേർക്കും. എൻ്റെ വീട്ടിൽ അങ്ങനെ മധുരം ചേർക്കൂല. മധുരം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ, കയ്പങ്ങ് ന്യൂട്രലൈസ് ചെയ്ത് പോകും. അപ്പൊ ആ കറിയും പരിപ്പ് പായസം സൂപ്പറാ. പിന്നെ ഈ ഇത് മത്തങ്ങ വിളയിക്കണത് എൻ്റെ വീട്ടിൽ വിളയിച്ചാൽ ഇത്രയും ഒക്കൂലായിരുന്നു. എൻ്റെ ഗ്രാൻഡ് മദർ, ഇവിടുത്തെ അമ്മച്ചിയുടെ സൂപ്പറാ. അപ്പൊ അങ്ങനെ പഴയ കുറെ സംഗതികൾ അമ്മച്ചിക്ക് കുറെ പൊടിവിദ്യകളൊക്കെ അറിയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ. അപ്പൊ അത് പിന്നെ എനിക്ക് ബാലൻസ് വരുന്ന ഫുഡ് പ്രോപ്പറായി മാനേജ് ചെയ്യാന്നുള്ളത് എപ്പോഴും ഒരു വീട്ടമ്മയുടെ തലയിലാണ് വരുന്നത്. അത് കളയാൻ നമുക്ക് പറ്റൂല. അതിനെ വേറെന്തെങ്കിലും ഒന്നാക്കി മാറ്റുക എന്നുള്ളതാണ് വലിയൊരു ടാസ്ക്. ചിലപ്പോ എല്ലാ ഭക്ഷണവും അങ്ങനെ മാറ്റാൻ പറ്റും. അമ്മച്ചി അതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. കലത്തില് മൺകലത്തില് മോരുകറി വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചി അത് എപ്പോഴും ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് കെൽവിനേറ്റഡ് ഫ്രിഡ്ജാണ്. ആ ഫ്രിഡ്ജിന്റെ അകത്തേക്ക് അമ്മച്ചി കുപ്പി ഹോർലിക്സ് കുപ്പിക്കകത്തേക്ക് ഈ മോരുകറി 2 ദിവസത്തേക്ക് അമ്മച്ചി വെക്കും.
എന്നിട്ട് കുപ്പിക്കകത്തേക്ക് പകർന്നു വെച്ച് ചൂടാറി കഴിയുമ്പോൾ അത് അടച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കും. അത് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് കണ്ടേക്കണ പരിപാടി കേട്ടോ. അപ്പൊ എന്നാന്ന് വെച്ചാൽ അമ്മച്ചിക്കും അറിയാതെ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. മോരുകറി ഈ പശുകറി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഈ ഫാമിലിയിലെ ട്രഡീഷനായി മോരുകറി. അപ്പൊ അങ്ങനെ ചെയ്തു വെക്കും. അപ്പൊ ഞാൻ നേരെ ആലോചിച്ചു, ഇപ്പോൾ ഉലർത്തുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉച്ചയ്ക്കും വൈകിട്ടും ഊണ് കഴിഞ്ഞ ഹസ്ബൻഡ് അത്താഴം മാത്രമേ ഊണ് കഴിക്കൽ ഇവിടെ നിന്നുള്ളൂ. കാലത്തെ ഉച്ചത്തെയും ക്യാൻറ്റീനിൽ നിന്നാണ് കഴിക്കണം ഓഫീസിൽ പോകുമ്പോ. അപ്പൊ പിന്നെ ഞായറാഴ്ച ദിവസം ഇവിടെ ഫുൾ ഡേ കഴിപ്പ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഓർത്തപ്പോൾ ഉലർത്തുകറിയൊക്കെ അമ്മച്ചി ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതൽ എപ്പോഴും ഉണ്ടാവും എന്തായാലും. അപ്പൊ ഞാൻ അമ്മച്ചിയോട് പറയും, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കറി ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ എന്തോരം കഴിക്കും എന്നുള്ള ഒരളവ് അമ്മച്ചിക്ക് അറിയാം. ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കും നമുക്ക് കുറച്ച് കോരി മാറ്റി വെച്ചേച്ച് ബാക്കി എടുത്ത് നമുക്ക് കുത്തി ഇളക്കാന്ന് പറയും എടുക്കാനായിട്ട്. അപ്പൊ അമ്മച്ചി പറഞ്ഞു ശരി, അതൊരു നല്ല അഭിപ്രായം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തി ഇളക്കി കഴിഞ്ഞ് പിന്നെ കേടാവണതിന് മുമ്പ് തന്നെ അമ്മച്ചി മോരുകറി എങ്ങനെ മാറ്റി വെക്കണേ. അപ്പൊ ഈ അവിയലൊക്കെ അമ്മച്ചി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അമ്മച്ചി തന്നെ പകർത്തി ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് വെക്കും. എന്നിട്ട് തണുത്ത് കഴിഞ്ഞ് ഇതിനകത്തേക്ക് വെക്കും. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിറ്റേ ദിവസം രാവിലെ കഞ്ഞി കുടിക്കുമ്പോൾ അത് എടുക്കാം, എനിക്കും അമ്മച്ചിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അത് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാം. അപ്പൊ അമ്മച്ചി പറഞ്ഞു ശരിയാണല്ലോ, അത് മോരുകറി വെക്കും പോലെ ഞാൻ പറഞ്ഞു നമുക്ക് മാറ്റി കുറച്ച് വെച്ചാൽ സൗകര്യം നമുക്ക് രാവിലെ അത് എടുക്കാം. അങ്ങനെയൊക്കെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അമ്മയും അമ്മച്ചിയും കൂടെ ഇപ്പൊ കമ്പൈൻഡ് ആയിട്ടാണല്ലോ ഓരോ ദിവസം എന്തൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന കറികളൊക്കെ ഇവിടെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല അങ്ങനെയല്ല, അമ്മച്ചിക്ക് അറിയാം ഇവിടുത്തെ രീതി. അപ്പൊ അമ്മച്ചി പറയും പിന്നെ അപ്പയാ വെജിറ്റബിൾ ഒക്കെ മേടിച്ചോണ്ട് തന്നെ ആഴ്ചയിൽ 3 ദിവസം വെജിറ്റബിൾ മേടിക്കും ഇവിടെ. പിന്നെ ഇവിടെ എന്തെങ്കിലും പറമ്പിലെ ഇവിടെ കൂടുതൽ വെജിറ്റബിൾ മേടിച്ചോണ്ട് വരും. വൈകിട്ട് വരുമ്പോ ജോലി കഴിഞ്ഞ് വരുമ്പോൾ മേടിച്ചോണ്ട് വരും. അപ്പൊ അമ്മച്ചി പറയും ഇന്നത് ഉണ്ടാക്കാം ഇവിടെ ഇവർക്കൊക്കെ ഇഷ്ടം. അപ്പൊ എന്നോട് ചോദിക്കും അത് ഇഷ്ടമാണോ എന്ന് ചോദിക്കപ്പോ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പറയും ഇഷ്ടാന്ന് പറയും. അപ്പൊ അതങ്ങനെ അരിഞ്ഞു പറയും. അമ്മച്ചിയായി അരിയലുകാരി മുഴുവനും. ഞാനങ്ങനെ അധികം അരിയില്ലായിരുന്നു ആ സമയത്തൊക്കെ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കണ ഭക്ഷണം ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കഴിക്കാതെ മാറ്റി വെക്കുമ്പോ അത് വലിയ ബുദ്ധിമുട്ടാ. നമുക്കും ബുദ്ധിമുട്ടാ. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടല്ലേ. അത്രയും കഷ്ടപ്പെട്ട ഒരു ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ തന്നെ പണ്ട് ആക്ട്രസ് നവ്യ നായർ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഓർക്കുന്നത്, ഒരു ചമ്മന്തി ഉണ്ടാക്കിയ പോരെ എളുപ്പമല്ലേ എന്ന് ചോദിക്കും. പക്ഷെ ആ ഒരു ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ എന്തോരം പാത്രങ്ങൾ അതിന് വേണ്ടി യൂസ് ചെയ്യണം. മിക്സി യൂസ് ചെയ്യണം, ചമ്മന്തി ഉരുട്ടാനായിട്ട് പാത്രം, സെർവ് ചെയ്യാനായിട്ടൊരു പാത്രം, പിന്നെ അരിയാനായിട്ടുള്ള കത്തി, ഇതെല്ലാം നമ്മൾ കഴുകി പ്രോപ്പറായിട്ട് എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ അത് വലിയൊരു ടാസ്ക് ആണ്. അത് ഉണ്ടാക്കിയ പോലെ എളുപ്പാ പറയാനായിട്ടേ. പക്ഷെ അത് ഉണ്ടാക്കി വരുമ്പോ യൂസ് ചെയ്യുന്ന പാത്രങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കഴുകി വെച്ച് എല്ലാ പണിയും കഴിയുമ്പോ തന്നെ നമ്മൾ ടയേർഡാവും. അത് കഴിഞ്ഞിട്ട് അത് ആർക്കും വീട്ടിലാർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നും കൂടെ പറയുമ്പോഴത്തേനും അത് വലിയൊരു ബുദ്ധിമുട്ട്. ഇവിടുത്തെ ഇഷ്ടം അമ്മച്ചിക്ക് അറിയാലോ. ഞാൻ പറഞ്ഞില്ലേ മെമ്പേഴ്സ് കുറവല്ലേ ഇവിടത്തെ ഇഷ്ടം അറിയാം. പിന്നെ എന്നോട് ചോദിക്കും ഇത് ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടെ ഉള്ളവർക്ക് അത് ഇഷ്ടമാണെന്ന് പറയുമ്പോ പിന്നെ നമ്മൾ വേണ്ടാന്ന് നമുക്ക് ഇഷ്ട അല്ലെങ്കിലും നമ്മൾ ഇഷ്ടമാണെന്ന് പറഞ്ഞേക്കാം. പിന്നെ ഏതെങ്കിലും ഒരു കറി ഇഷ്ടമുള്ളത് ഉണ്ടാവും. ഓരോരുത്തർ ഒരു ചാറ് ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാവുന്നു. മീൻകറി മിക്കവാറും ഉണ്ടാവൂല്ലോ. അപ്പൊ ഈ വൈകുന്നേരം വരുമ്പോ മീൻ മേടിച്ചുകൊണ്ട് വരും. മാർക്കറ്റിൽ കയറിയാണ് കൊണ്ടുവന്നത്. പിന്നെ ഇടയ്ക്ക് കോൾഡ് സ്റ്റോറേജ്, അന്ന് മുളന്തുരുത്തി കോൾഡ് സ്റ്റോറേജ് അങ്ങനെ ഇല്ല, തൃപ്പൂണിത്തുറയാണ് കൂടുതലും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വേറൊരു രസം പറയാം. ഒരു പ്രാവശ്യം പിണ്ടിയും പയറും ഉണ്ടാക്കി കേട്ടോ. അല്ല അമ്മച്ചി ഇവിടെ പിണ്ടിയും പയറും ഉണ്ടാക്കും. അപ്പൊ ഈ അമ്മായി കുക്കറിൽ പയറ് വേവിക്കാൻ പഠിപ്പിച്ചില്ലേ, പയറ് വേവിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ അമ്മച്ചിയോട് നമുക്കിതിൽ പ്രഷർ പാനിൽ ഞാൻ പയറ് വേവിച്ചു കൊടുക്കും. അപ്പൊ എനിക്ക് വലിയ ബോധമൊന്നും വന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ പയറ് വേവിച്ചു കൊടുത്തു കഴിയുമ്പോൾ അമ്മച്ചി പറയും നമുക്കൊരു കാര്യം ചെയ്യാം, പിണ്ടി അമ്മച്ചിയാണ് അരിയണത്. അതൊക്കെ നല്ല ഭംഗിയായിട്ടിരും, ഗുരു നല്ല ഭംഗിയായിട്ടിരും, നൈസായിട്ട് അരിഞ്ഞ് നൂലൊക്കെ കളഞ്ഞ അമ്മച്ചി പറയും എന്നോട് പറയും ആ പ്രഷർ പാനിന്ന് കലത്തിലേക്ക് പയറ് മാറ്റിക്കും. അലൂമിനിയം കലത്തിലേക്കോ മൺകലത്തിലേക്കോ മാറ്റിച്ച് ചമ്മച്ചി അടുപ്പിൽ വെക്കുക പയറ്. എന്തിനാ വെന്ത പയറാണ്, അതിലേക്ക് അരിഞ്ഞ പിണ്ടി ഇടും. എന്നിട്ട് അതിന് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടേച്ച് വേവിക്കും. പക്ഷെ എന്നാന്നറിയാമോ, ഈ കുക്കറി വേവിക്കും പോലെ പിണ്ടി വേവൂല. അടുപ്പിൽ വേവിക്കുമ്പോ എല്ലാവർക്കും അറിയാം അടുപ്പിൽ വെക്കുവാണെങ്കിൽ അങ്ങനെ വേവൂല. അപ്പൊ വേവൂലാത്തോണ്ട് പയറ് നല്ല കുഴങ്ങിയിരിക്കും, പിണ്ടി ഇങ്ങനെ മുറിയിരിക്കും, ഇങ്ങനെ വേവാതെ. അപ്പൊ ഞാൻ സ്വയം ആലോചിച്ചപ്പോ ഞാൻ ഒരു സമ്മതിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, പ്രഷർ പാനിൽ ഇത് വേവിച്ചില്ല, അപ്പൊ നമുക്ക് അത് വെന്ത് കഴിയുമ്പോൾ മുക്കാലും വേവാകുമ്പോ അത് തുറന്നേച്ച് നമുക്ക് പിണ്ടി അതിനകത്തേക്ക് ഇട്ടെന്ന് ചെയ്തു നോക്കാന്ന് പറഞ്ഞ. അങ്ങനെ പിണ്ടി അതിനകത്തേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞപ്പോ പഞ്ഞിക്കട്ട പോലെ പിണ്ടി. അപ്പൊ പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഇതിനകത്ത് മാത്രം ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ആലോചിച്ചെടുക്കണം ഇതൊക്കെ. ഇപ്പൊ ഇങ്ങനെ നീ ലെഫ്റ്റ് ഓവർ പറഞ്ഞപ്പോഴാണ് ഞാൻ പിണ്ടിയും പേരുടെ ഓർത്ത്. അപ്പൊ അപ്പച്ചൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പൊ കടിച്ചാൽ നല്ല മയാന്ന്, പിണ്ടിക്ക് മയ
അത് ഞാൻ പിന്നെ ഇപ്പൊ സപ്പോസ് നമ്മൾ ഇഡലി ഉണ്ടാക്കി, ഇഡലി ഉണ്ടാക്കിയിട്ട് ഇഡലിയുടെ കൂടെ ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, വേറെ കറികൾ കഴിക്കാൻ വെച്ചിട്ടില്ല. അപ്പൊ ചമ്മന്തി ഇഡലി സെർവ് ചെയ്യുമ്പോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് വേണ്ട സാമ്പാർ മതി? ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്ന ഒരു അവസരത്തിൽ വലിയൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടും വരും. അയ്യോ അത് ഉണ്ടാക്കിയില്ലല്ലോ, അങ്ങനെ ഒരു ചിന്തയൊക്കെ നമ്മളെ. എന്നാന്നറിയാമോ ഇവിടെ അതങ്ങനെ പറയൂലാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പച്ചനല്ലേ പകല് സമയം ഇവിടെയുള്ളൂ. അപ്പച്ചന് പിന്നെ അങ്ങനെയുള്ള നിർബന്ധമൊന്നുമില്ലല്ലോ, അത് നിനക്കറിയാലോ, ഒരു നിർബന്ധമില്ല. അപ്പച്ചൻ ഇപ്പൊ ഈ അപ്പോ ഇഡലിയോ ദോശയോ ഒക്കെ കൊടുക്കുമ്പോ ഇല്ലേ പഞ്ചസാര ഇട്ട് കൊടുത്താലും വളരെ സന്തോഷം, കറി ഇല്ലെങ്കിലും അത് ഇട്ട് കഴിച്ചു. അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലി അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ പല സാഹചര്യങ്ങളും പലരും പല സാഹചര്യങ്ങളിലാണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മള് ലേഡീസ്, ഞാനിപ്പോ എന്നോട് പറയും ഇവിടെ ഹസ്ബൻഡിനും അപ്പച്ചനും അമ്മച്ചിക്കും ഒക്കെ ഇന്ന കറികൾ ഇപ്പൊ അവിയൽ അല്ലെങ്കിൽ സാമ്പാർ ഇവിടെ വലിയ ഇഷ്ടമൊന്നുമില്ല, ഉണ്ടാക്കലില്ലായിരുന്നു. അവിയല്, മോരുകറി, പിന്നെ ഈ ബീൻസ്, അച്ചിങ്ങ, അങ്ങനെയൊക്കെ. അച്ചിങ്ങയൊക്കെ എനിക്കും ഇഷ്ടമാണ്. അങ്ങനെയുള്ള സംഗതികളെ, പാവയ്ക്ക എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, അമ്മച്ചി നന്നായിട്ട് ഉണ്ടാക്കുമായിരുന്നു പാവയ്ക്ക. അപ്പൊ ഇതൊക്കെ എന്നോട് ചോദിക്കും ഇഷ്ടമാണ് നമുക്കത് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറയും ഇഷ്ടമല്ലെങ്കിൽ ഞാനങ്ങ് പറഞ്ഞേക്കും ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ എനിക്ക് വേണ്ടി വേറെ ഒന്നും ഉണ്ടാക്കല് അത്. അപ്പൊ പിന്നെ ആണുങ്ങളാകുമ്പോ അത് സമ്മതിക്കൂല, ആണുങ്ങൾക്ക് അത് കഴിക്കണം. അല്ല അങ്ങനെയല്ല, ഇവിടെ ഉള്ളവരുടെ ഇഷ്ടം അമ്മച്ചിക്കല്ലേ അറിയാവുള്ളൂ. അപ്പൊ ഞാനങ്ങ് കണ്ണടച്ചേക്കോ എനിക്ക് ഇഷ്ടക്കുറവില്ല എന്ന് പറയും. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങ് തണുത്ത് അങ്ങനെ അങ്ങ് പൊക്കോളും. അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ. പിന്നെ മീൻകറി ഉണ്ടാവും, അപ്പൊ പിന്നെ എനിക്കതിൽ സാറ്റിസ്ഫൈഡ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെ പിണ്ടിയുടെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അപ്പച്ചൻ പറയും ഇനി ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി എന്ന്, പഞ്ഞി പോലെ പിണ്ടി. അങ്ങനെയൊക്കെ കുറെ അനുഭവങ്ങളുണ്ട്. പിന്നെ നമ്മുടെ തീരുമാനങ്ങൾ കുറെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമ്പോ കുറെ സംഘർഷങ്ങളൊക്കെ മാറും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള വെല്ലുവിളിയൊക്കെയാണ് പ്രധാനമായിട്ട്. ഇനിയുണ്ട്, ധാരാളം ഉണ്ട്. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞു, ഒരുപാട് കഴിഞ്ഞു പോകും. കാരണം ഇഡലി ഉണ്ടാക്കിയ ചരിത്രമൊക്കെ പറയാനുണ്ട്, അതൊക്കെ പിന്നെ പറയാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. ഇഷ്ടംപോലെ വെല്ലുവിളികൾ ഇനിയും ഉണ്ട് കേട്ടോ, ഇതൊന്നും അല്ല, കുറെ ഉണ്ട്. കുറെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ചില പോയിന്റ്സ് ഒക്കെ പെട്ടെന്ന് പറയുമ്പോ നമ്മൾ ഓർക്കില്ല. അപ്പൊ പോയിന്റ്സ് ആയിട്ട് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ ആ പോയിന്റ് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. പെട്ടെന്ന് ഞാനിങ്ങനെ ഒരു ഇഡലി ചുട്ട കാര്യമൊക്കെ ഓർക്കണ്ട, അത് വേറെ ഒരു എപ്പിസോഡ് പറയാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ് കേൾക്കാനെങ്കിൽ പറയാ, താഴെ കമന്റ് ചെയ്യാം, നമുക്ക് വേറെ ദിവസം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് നിർത്താം. ഞാനൊരു മറയില്ലാതെ തുറന്നത് സംസാരിച്ചാട്ടോ. ഇപ്പൊ അങ്ങനെ ഒരു കുടുംബിനി എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ ചെയ്ത ചില ഞങ്ങള് പരസ്പരം ഇത് ചെയ്ത് ചില കാര്യങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ ഇങ്ങനെയൊക്കെ ഓരോ അനുഭവങ്ങള്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്മോൾ ഫാമിലി ആകുമ്പോ കുറച്ച് ഒതുക്കം ഉണ്ടാവും, കൂടുതൽ ആൾക്കാരുള്ള അടുത്താകുമ്പോ വ്യത്യസ്തതയുണ്ടാവും, ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ നമ്മള് പിന്നെ കുറച്ചങ്ങ് ഇതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് നോർമലായി പൊക്കോളും. എന്തെങ്കിലും ഒരു കറിയാണെങ്കിൽ നമുക്ക് കൂട്ടി കഴിക്കാലോ. പിന്നെ ജോലി ഇല്ലാത്ത ഒരു കുടുംബിനി ആയതുകൊണ്ട് അതിൻ്റെതായ കുറവുകളും ഉണ്ടാവും, അതിൻ്റെതായ നന്മകളും ഉണ്ടാവും. കുറവുകൾ പലതരത്തിലുള്ള കുറവുകൾ നമുക്കുണ്ടാവും, നന്മകള് വേറെ തരത്തിലായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ജോലി ഇല്ലാത്തതും അനുഭവിച്ച വിഷമമൊന്നുമില്ല, അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ വിഷമം ഉണ്ടാവേണ്ട ഒരു കാര്യം എനിക്ക് വന്നിട്ടില്ല, അതുകൊണ്ടാ. ഞാൻ പറഞ്ഞില്ലേ പാർട്ട്ണർ സപ്പോർട്ടാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല, അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇഡലിയൊക്കെ ചുട്ടത് നല്ല രസമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ കുറെ ഓർത്ത് വരുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ വന്നത്. അപ്പൊ അങ്ങനെ അനുഭവങ്ങളുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഒത്തിരി സമയം ബോറടിക്കും. ഓക്കെ, ബൈ ബൈ.